ഹലോ എവ്രി വൺ, നമ്മൾ ഇന്നൊരു പിക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കണ്ടാൽ തന്നെ മൗത്ത് വാട്ടറിങ് അല്ലേ? ഈ പിക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത് അമ്പഴങ്ങയിൽ നിന്നാണ്. ഹോഗ് പ്ലം എന്നാണല്ലോ ഇംഗ്ലീഷിൽ നമ്മൾ അമ്പഴങ്ങയ്ക്ക് പറയുന്നത്. നമ്മൾ സാധാരണ ഇത് വലിയ പീസസ് ആയിട്ട് മുറിച്ച് ഉപ്പിലിടുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ തന്നെ ഇത് ചിലപ്പോൾ മുഴുവൻ ഫ്രൂട്ടായിട്ട് തന്നെ നമ്മൾ ഉപ്പിലിട്ട് ഉപയോഗിക്കാറുണ്ട്. പണ്ടൊക്കെ വലിയ അമ്പഴ മരത്തിൽ നമ്മളത് അമ്പഴങ്ങയായിട്ട് പറിച്ച് കഴിക്കുമായിരുന്നു. ഇപ്പം ചെറിയ ഹൈബ്രിഡ് അമ്പഴമുണ്ട്, നല്ല പോലെ കായ്ക്കുകയും ചെയ്യും. അപ്പോൾ ഒത്തിരി ഫ്രൂട്ടൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്നവരും ചിലപ്പോൾ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ ഈ അമ്പഴങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റുന്ന പോലെ ഉള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അമ്പഴങ്ങയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഇത് ഫൈബർ റിച്ച് ആയതുകൊണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വിറ്റാമിൻ സി ധാരാളമുണ്ട്, അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റാണ്. പോരാത്തതിന് നമ്മുടെ ബോണിൻ്റെയും സ്കിന്നിൻ്റെയും ഒക്കെ ഹെൽത്തിന് വേണ്ടുന്ന ധാരാളം മിനറൽസ് ഇതിനകത്തുണ്ട്. അപ്പം വളരെ നല്ല ഒരു ഫ്രൂട്ടാണ് അമ്പഴങ്ങ എന്ന് പറയുന്നത്. ധാരാളം മിനറൽസും വിറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും നമ്മുടെ ബോഡിക്ക് ആവശ്യമായത് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. പണ്ടൊക്കെ എല്ലാവരും ഇത് ചുമ്മാതെ പച്ചക്കൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കാറില്ല. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അമ്പഴങ്ങ നമ്മൾ 6 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. വലുതായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു 8-10 എണ്ണം ചെറുത്. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ഒരു ശകലം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരുപാട് അമ്പഴങ്ങ ഉണ്ടാക്കുകയാണെങ്കിൽ ചുവന്നുള്ളി ചേർക്കണം എന്നില്ല. ഇത് നമ്മൾ ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം അത് 1-2 മാസം കൊണ്ട് തീരുമല്ലോ. അപ്പം ചുവന്നുള്ളി ചേർക്കുന്നതിൽ സാരമില്ല. കടായി വെച്ചിട്ട് അതിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വെച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പഴങ്ങയിട്ട് 1 ടീസ്പൂൺ ഉപ്പ്, അത്രയാണ് നമുക്ക് ആകെ വേണ്ടത്. അത്രയും ഉപ്പും കൂടെ ഇട്ട് അമ്പഴങ്ങയുടെ നിറം മാറുന്നിടം വരെ അത് വഴറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് പിക്കിൾ പൗഡർ 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, ചെറിയ സ്പൂൺ 1 സ്പൂൺ, പിന്നെ 1/4 ടീസ്പൂൺ വെച്ച് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ 1 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്തിരിക്കുന്നത്. കുറേ കൂടി ചുവന്ന നിറം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. പിന്നെ ഇതിന് നമുക്ക് എത്രമാത്രം ഗ്രേവി വേണോ, എത്രമാത്രം ചാറ് വേണോ അത്രയും വിനാഗിരി ഒഴിച്ചാണ് നമ്മൾ ചാറ് ആക്കുന്നത്. ഇവിടെ ഇപ്പം ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരി, ഒരു 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. കൂടുതൽ ചാറ് വേണമെങ്കിൽ അതനുസരിച്ച് വിനാഗിരി ചേർക്കുക. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഞ്ഞി കുടിക്കുമ്പം അതിൻ്റെ കൂടെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഇത്. ഒരു വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഫ്രൂട്ട് എന്ന നിലയിൽ നമ്മളിതെല്ലാവരും ഉപയോഗിക്കണം. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഇന്ന് ആരെങ്കിലും പുതുതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.